മെയ് ദിനത്തിൽ INTUC പ്രവർത്തകർ പെരുമ്പാവൂരിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. രാവിലെ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ പരിസരത്തു നിന്നും റാലി ആരംഭിച്ചു. സമ്മേളനം ജില്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു. ലോക തൊഴിലാളി ദിനമായ മെയ് 1 പെരുമ്പാവൂരിൽ INTUC റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ സന്ദേശവുമായി മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. വാദ്യമേളങ്ങളുടെയും കാവടിയുടെയും ബാൻഡ് സെറ്റിന്റെയും സ്കേറ്റിംഗിന്റെയും അകമ്പടിയോടെ ആയിരുന്നു റാലി. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ പരിസരത്ത് നിന്നും രാവിലെ 9:30 റാലി ആരംഭിച്ചു. മുന്നോടിയായി നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു. അസംഘടിത മേഖലയിലെ തൊഴിലാളി വർഗത്തിന്റെ ഏറ്റവും കരുത്തുള്ള ഒരു നിയോജക മണ്ഡലം പെരുമ്പാവൂരായതുകൊണ്ട് പെരുമ്പാവൂരിലെ പരിപാടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്നോട് മുത്തേടൻ ഇവിടെ മത്സരിക്കുമ്പോൾ എന്നോട് ചോദിച്ചിട്ട് എങ്ങനെയുണ്ട് നമ്മൾ തൊഴിലാളികളൊക്കെ എങ്ങനെ നമ്മളോട് സഹകരിക്കും? തൊഴിലാളികൾ ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായിരുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. നമ്മൾ അഭിപ്രായങ്ങൾ പറയില്ല, വക്കീല, നമ്മൾ അഭിപ്രായങ്ങൾ പറയും. ഇലക്ഷൻ സമയത്ത് നമുക്ക് സീറ്റ് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ മാതൃപ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ക്ഷീണവും ഉണ്ടാക്കുന്ന ഒരു നടപടിയും INTUCയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു INTUCക്കാരൻ BJP പോയി ചേർത്തായിട്ട് പറയാൻ കഴിയും? അറിയ ചേട്ടാ, ഏതെങ്കിലും ഒരു INTUCക്കാരൻ BJP പോയതായിട്ട് പറയാൻ കഴിയും? ഏതെങ്കിലും ഒരു INTUCക്കാരൻ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പോയതായിട്ട് പറയാൻ കഴിയും? INTUC ഈ ഇന്ത്യൻ മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയും സർദാർ വല്ലഭായ് പട്ടേലിലും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് INTUC എന്നത്. INTUC റീജിയണൽ പ്രസിഡന്റ് VE റഹീം അധ്യക്ഷത വഹിച്ചു. TB ഹസൈനാർ ആമുഖ പ്രഭാഷണം നടത്തി. എൽദോസ് കുന്നപ്പള്ളി MLA റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. നമ്മുടെ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്, റാലി ആരംഭിക്കാൻ പോവുകയാണ്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ മെയ് 2 മെയ് 3 കഴിഞ്ഞാൽ മെയ് 4 ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന സന്തോഷത്തിലാണ് തൊഴിലാളികളായ നമ്മളെല്ലാവരും. ഈ ജില്ലയിൽ 14 സീറ്റും ജയിച്ച് തൂത്തുവാരി 100-ലധികം സീറ്റുകൾ വാങ്ങിയിട്ടാണ് നമ്മൾ അധികാരത്തിൽ വരാൻ പോകുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചു മുടിച്ചു കുട്ടിച്ചോറാക്കിയിരിക്കുകയാണ്. തൊഴിലാളികൾക്ക് ജീവിക്കാൻ വകയില്ലാത്ത അവസ്ഥയാണ്, ദുരിതമാണ്, പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, തൊഴിലില്ലായ്മയാണ്. ഇതിനെല്ലാം ഉപരിയായി നമ്മുടെ നാട് നന്നാക്കിയെടുക്കേണ്ട വർഷങ്ങളാണ് അടുത്ത 5 വർഷക്കാലം. മനോജ് മൂത്തേടൻ മെയ് ദിന സന്ദേശം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ KN സംഗീത, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ഷാജി സലീം, ജോയ് പൂണേലി, KP വർഗീസ്, PK മുഹമ്മദ് കുഞ്ഞ്, സുകുമാരൻ, ബിന്ദു ഗോപാലകൃഷ്ണൻ, PP അവറാച്ചൻ, PV സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലാളികൾ എന്ന് പറയുന്നത് ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നവരാണ്. തൊഴിലേർപ്പെടുന്നവർ അഭിമാനമില്ലാത്തവരാണെന്ന ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു ബോധം പഴയ കാലത്തുണ്ടായിരുന്നെങ്കിൽ തൊഴിലാളികളെല്ലാവരും ആത്മാഭിമാനത്തോടു കൂടി അവരുടെ കുടുംബം പോറ്റുന്നവരാണ്, വളരെ സംതൃപ്തിയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണെന്നുള്ള ബോധത്തിലേക്ക് നമ്മുടെ നാടിനെ, തൊഴിലാളി സമൂഹത്തെ കൊണ്ടുവന്ന ഒരു വലിയ പോരാട്ടത്തിന്റെ ഓർമ്മയാണ് ഈ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. കനത്ത വെയിലായതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മുടെ റാലി കൂടി ഉണ്ട്, അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഇബ്രാഹിംകുട്ടിയൊക്കെ പറഞ്ഞതുപോലെ തൊഴിലാളികൾ കഴിഞ്ഞ 10 വർഷക്കാലം അനുഭവിച്ച കൊടിയ പീഡനമുണ്ട്. കേരളത്തിലെ ആപാലവൃത്തം വരുന്ന എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിച്ച ദുരിതത്തിന് നമുക്ക് തിങ്കളാഴ്ച അറുതി വരികയാണ്. 9-ാം തീയതി അറുതി വന്നു, തിങ്കളാഴ്ച ഔദ്യോഗികമായി അത് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. കേരളത്തിലെ തൊഴിലാളി സമൂഹം മാത്രമല്ല, കേരളത്തിലെ ആപാലവൃത്തം വരുന്ന മുഴുവൻ ആളുകളും വലിയ ദുരിതത്തിലാണ് കഴിഞ്ഞ 10 വർഷക്കാലം മുന്നോട്ട് പോയത്. ജില്ലാ പ്രസിഡന്റ് മെയ് ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 2 വർഷമായി തുടരുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷങ്ങളും 2 മാസമായി തുടരുന്ന ഇറാൻ ഇസ്രായേൽ അമേരിക്ക ലെബനൻ യുദ്ധവും നേതാക്കളായ MP ജോർജ്, സുലൈമാൻ പോഞ്ഞാശ്ശേരി, PG മഹേഷ്, മുജീബ് പെരുമ്പാവൂർ, ബേസിൽ ജോയി, MV ഷാ, അലിയാർ KSRTC, PV മനോജ്, സിദ്ദിഖ് പുളിയാമ്പള്ളി, മാത്തുക്കുട്ടി, ഫിലിപ്പോസ്, എൽദോ രായമംഗലം, അലി മൊയ്തീൻ, ജോസ് A പോൾ, സമദ് വാഴക്കുളം, സാബു പള്ളിക്കൽ, റിജു കുര്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.